മലയാളം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ദേശീയപാതകൾ നമ്മളെക്കാൾ വലിയ ദൂരം മുന്നിട്ട് നിൽക്കുകയാണ്. 4 വർഷം മുൻപ് വരെ നല്ലൊരു ദേശീയപാത എന്നത് നമ്മളെ കേരളീയരുടെ ഒരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ശാന്തമായി ഒഴുകുന്ന തേജസ്വിനി നദിയുടെ മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു കുന്നിൻ ചെരിവാണ് വീരമലക്കുന്ന്. വീരമല കുന്നിലേക്ക് കയറുമ്പോൾ തന്നെ 18-ാം നൂറ്റാണ്ടിലെ ഒരു ഡച്ച് കോട്ടയുടെ അവശിഷ്ടങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യും. ഇത് പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്ര പ്രാധാന്യത്തിനും വാസ്തുവിദ്യാ അത്ഭുതങ്ങൾക്കും തെളിവാണ്. ചുറ്റുമുള്ള സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചകളിലേക്ക് വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീരമല കുന്നുകൾ ഒരു മികച്ച സ്ഥലമാണ്. ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസങ്ങളിൽ കുന്നുകളെ അലങ്കരിക്കുന്ന ഊർജ്ജസ്വലമായ പൂക്കളുടെ പരവതാനി വിരിയുന്നു. ഇത് പരുക്കൻ ഭൂപ്രദേശത്തിന് സൗന്ദര്യത്തിന്റെ ഒരു സ്പർശം നൽകുന്നു. സൂര്യാസ്തമയ സമയങ്ങളിലെ ഓറഞ്ച് കളറിലെ ആകാശം ആരെയും ആകർഷിക്കുന്നതാണ്. ഇതൊക്കെയാണ് വീരമലയ്ക്കുന്നു. വലിയൊരു ടൂറിസം പ്രോജക്റ്റിന്റെ സാധ്യത മനസ്സിലാക്കിയ ഗവൺമെന്റ് അതിനുള്ള ഒരു വലിയ പ്രൊജക്റ്റിലേക്ക് കടക്കുകയാണ്. എന്നാൽ ആ പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ വീരമലകുന്നു ചരമം പ്രാപിക്കുവാൻ സാധ്യതയേറെയാണ്. എന്നാൽ വീരമലകുന്നിന്റെ താഴേക്കൂടെ പോകുന്ന പുതിയ ദേശീയപാത വ്യക്തമായ ആസൂത്രണക്കുറവും ദീർഘവീക്ഷണമില്ലായ്മയും ഒരു പ്രകൃതിദത്ത ജലസംഭരണിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷ കാലയളവിൽ വീരമല താഴേക്ക് പതിച്ചത് 2 തവണയാണ്. ആ 2 തവണയും ആരുടെയോ ഭാഗ്യം ഒന്നുകൊണ്ടു മാത്രം ആളപായമുണ്ടായില്ല. യു ക്യാൻ കോപ്പി ആൻഡ് പേസ്റ്റ്. ഞെട്ടിപ്പിക്കുന്ന ഈ ദുരന്തത്തിന് ഉത്തരവാദി ആര്? കരാറുകാരായ കമ്പനിയോ അതോ ഇതിന് അനുമതി നൽകിയ ഭരണകൂടമോ? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇനി അധികം സമയമില്ല. കാരണം ഇനിയുമൊരു ദുരന്തം താങ്ങാൻ ഈ മണ്ണിനോ ഇവിടുത്തെ മനുഷ്യർക്കോ